മമ്മൂക്ക. യെസ്, മമ്മൂക്കയായിട്ട് അടുത്ത് ഭയങ്കര ബോണ്ടിങ് ഉള്ളൊരു വ്യക്തിയാണ്. ഒരു പടത്തിൽ അഭിനയിച്ചു, കണ്ണൂർ സ്കോഡ്. അത് കഴിഞ്ഞത് കളങ്കാവൽ. എന്താണ് ഈ മമ്മൂക്കയോട് അഭിനയിച്ചപ്പോൾ ഉള്ള ഒരു ഫീൽ? അതിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാമോ? മമ്മൂക്കയോടൊപ്പം അഭിനയിച്ചതിനപ്പുറത്തേക്ക് എനിക്കുള്ള ഫീൽ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ അടുത്ത് നിന്ന് കുറേ ദിവസം കാണാൻ പറ്റും, കുറേ നല്ല അടുപ്പത്തിൽ സംസാരിക്കാൻ പറ്റും, കുറേ കാര്യങ്ങൾ കേട്ടു, കൂടെ നിന്ന് അദ്ദേഹത്തിന്റെ ലൈവ് പെർഫോമൻസുകൾ കണ്ട് ഇങ്ങനെ കോരിത്തരിക്കാൻ പറ്റും. ഓരോ പടത്തിലും പുള്ളിയുടേതായിട്ടുള്ള പുതിയ സംഭവങ്ങൾ പുള്ളി ഇടും. ഈ പടത്തിൽ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറഞ്ഞാണ് ഈ പടം ആദ്യമേ വന്നു തുടങ്ങി. അപ്പോഴേ നമുക്കൊരു ഇതായിരുന്നു, ക്യൂരിയോസിറ്റി ആയിരുന്നു, ഈ പടം എങ്ങനെയായിരിക്കും നെഗറ്റീവ് ഷെയ്ഡിൽ പുള്ളിക്ക് മാത്രം ഇങ്ങനെയൊക്കെ ഓരോ ക്യാരക്ടർ ചെയ്യാണെന്നേ. കഴിഞ്ഞ വർഷം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കയറുന്നില്ലേ? അതെ, അങ്ങനെ വന്നൊരു മനുഷ്യനെ നെഗറ്റീവ് ചെയ്യാനാണോ ബുദ്ധിമുട്ട്? ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയില് ഞാൻ അഭിനയിക്കാന്ന് പറഞ്ഞ് മുന്നിട്ട് ഇറങ്ങി വരുന്നൊരു ആള് എന്തുകൊണ്ട് നെഗറ്റീവ് ചെയ്യില്ല? കുറെ സംഭവങ്ങൾ പറയുന്നുണ്ട് കളങ്കാവലിനെ പറ്റിയിട്ട്. ട്രൂ ആയ സ്റ്റോറിയാണ് സംഭവം, ഇത് നടന്നിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് ട്രൂ ഇവന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സംഭവങ്ങളുണ്ട്, പിന്നെ ബാക്കി ഫിക്ഷൻ തന്നെയാണ്. മമ്മൂക്ക സിഗരറ്റ് വെച്ചിട്ട് ആ ട്രെയിലർ ടീസർ ഇറങ്ങിയപ്പോൾ ആദ്യത്തെ ഇങ്ങനെ ഒരു നോട്ടമുണ്ട്, ഒരു വല്ലാത്ത ഇങ്ങനെ സിഗരറ്റ് വെച്ചിട്ട് ഇങ്ങനെ പുള്ളി ഇടുന്ന റിഹേഴ്സൽ എന്ത് ചെയ്യുന്നുള്ളതല്ല, ടേക്കില് പുള്ളിയുടേതായിട്ട് എന്തെങ്കിലും ഒരു പരിപാടി ഇടും. ഞാൻ ഇങ്ങനെ ഒരു സംഭവം, ഒരു പരിപാടി ഞാൻ ചെയ്യുന്നുണ്ട് എന്ന്, എന്ത് പരിപാടി എന്ന് പറയില്ല, ഒരു സംഭവം ഉണ്ട് എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പൊ നമ്മള് ക്യാപ്ചർ ചെയ്യാൻ റെഡിയായി നിന്നോളണം. പുള്ളി അങ്ങ് ചെയ്യും. നമ്മൾ ആ മൊമെന്റിലാണ് കാണുന്നത്. എല്ലാവരും ചിന്തയിലില്ലാത്തൊരു, നമ്മുടെയൊക്കെ ചിന്തയിലില്ലാത്തൊരു സാധനം ടേക്കിൽ കയറി വരും. എന്റെ അമ്മോ, നമ്മുടെയൊക്കെ ജനറേഷന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയും ഇവരെ കൂടെയൊക്കെ നമുക്ക് കൂടെ നിൽക്കാൻ പറ്റുന്നത്, ഇവരെ കൂടെ സംസാരിക്കാൻ പറ്റുന്നത്. അതാ ഞാൻ പറഞ്ഞത്, തിയേറ്ററിൽ കാണുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹമായിട്ടൊക്കെ ഒരു അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവുക എന്ന് പറയുന്നത് ചിന്തകളിൽ പോലും ഒരിക്കലും ഉണ്ടായിട്ടുള്ള കാര്യം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. പ്രിയപ്പെട്ടതിനപ്പുറത്തേക്കുമാണ് അദ്ദേഹം. ഈ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിത്വമാണ്.